പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജൂലൈ 8 ചൊവ്വാഴ്ച പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് അങ്ങയുടെ മക്കൾ, ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ, പ്രാർത്ഥന കൂടുന്ന മക്കൾ, ഇടപെടുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന ഇടപെടുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക്
അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ, 10,000-കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിൻ്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ. അധ്വാന മാർഗങ്ങൾ, തൊഴിലാത്ത മാർഗം, തൊഴിൽ നേടിയുള്ള യാത്രകൾ, സാമ്പത്തികമായ അത് പരിഹരിക്കാനുള്ള യാത്രകൾ, വിദ്യാഭ്യാസ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാത്രകൾ, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടിയുള്ള യാത്രകൾ കർത്താവ് ആശീർവദിക്കുകയും നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ച കർത്താവിൻ്റെ ചൈതന്യം, എനിക്ക് നിനക്ക് മുമ്പേ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ ചൈതന്യം, ഞാൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കുന്ന അളിച്ച കർത്താവ് ചൈതന്യം നിൻ്റെ വരത്തിവിടെ നിന്നെ നയിക്കുകയും നിൻ്റെ ജീവിതയാത്രയെ ഫലമണിക്കുകയും ചെയ്യട്ടെ. Lord, increase the spirit of power and grace. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതായത് മനുഷ്യന് ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയും. ലെസ് ലഗേജ് യാത്രക്കാരുടെ ശ്രദ്ധിക്കുക അല്ലേ. ലെസ് ലഗേജ് മോർ കംഫർട്ട്. ട്രെയിനിലൊക്കെ എഴുതി വെക്കും, ട്രെയിനിലുണ്ടാവും. അപ്പോൾ ട്രെയിൻ പിന്നെ അവർ നമ്മൾ ലഗേജ് പ്ലെയിനിലാക്കുകയാണെങ്കിൽ അവർ ലഗേജ് കട്ട് ചെയ്ത് നമ്മൾ വിടത്തുള്ളൂ. ട്രെയിനിൽ അങ്ങനെ ലഗേജ് നോക്കാൻ ആളില്ലാത്ത കാരണം വലിച്ചുവാരി എല്ലാം കൊണ്ടുപോകും. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ലെസ് ലഗേജ്, ലഗേജ് കുറക്കുക, യാത്ര സുഗമമാക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ലഗേജ് കൂട്ടണം എന്താണെന്ന് അറിയാമോ? പ്രലോഭനങ്ങൾ കൂടുമ്പോൾ ലഗേജ് കൂടും. ഓരോരോ പ്രലോഭനങ്ങളെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് വാരി കെട്ടിക്കുമ്പോൾ എന്തെല്ലാം ഓരോരോ പണ്ട് വലിയ ആർത്തിയോടെ വാങ്ങിച്ച് കൂട്ടിയ കുറേ സാധനങ്ങളുടെ കാല് പോയി, കണ്ണ് പോയി, ചക്രം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ആക്രിക്കാർക്ക് കൊടുക്കത്തില്ലേ? പല പ്രലോഭനങ്ങളും ആക്രിക്കച്ചവടത്തിലുള്ളതാണ്. ഓരോ കാലത്ത് ആക്രാന്തം പോലത്തെ ഓരോ സംഭവം ഉണ്ട്, അവസാനത്ത് ആക്രിയായിട്ട് മാറും. അത് ഹ്യൂമൻ റിലേഷനിലും ഈ ആക്രികൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടുള്ള അകൽച്ച വന്നിട്ട് അവർ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകുന്നത്. പണ്ട് ആക്രാന്തം മൂത്തെടുത്തതാണ്, പിന്നെ ആക്രിയായി പോയത്. അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തത് തിന്മയും രക്ഷിക്കുക എന്നുള്ളത് വല്ലാത്ത പ്രാർത്ഥനയാണ്. അത് എപ്പോഴും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഇഷ്യൂവിനെക്കുറിച്ച് ചിന്തിക്കുക, പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തത് തിന്മയും രക്ഷിക്കണമേ. ജീവിതം തന്നെ അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദേശീയ പാത രൂപീകരിക്കണം. ദൈവത്തിന് ഏത് സമയത്തും അനായാസമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, യേശു കർത്താവാണെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെന്താണ്? ദൈവം മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് എന്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ? അതിന് വിശ്വാസത്തിന് അംഗീകാരം എന്ന അർത്ഥമെന്ന്. അംഗീകരിക്കണം. എന്ത് ചെയ്യും? വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. മത്തായി 7:20 അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. മത്തായി 7:17 എടുത്തേ. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുക സാധിക്കുകയില്ല. അപ്പൊ ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയണത്. അപ്പൊ പിശാചത് അംഗീകരിക്കണില്ലല്ലോ. എന്താണ്? വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പിശാച് യേശു മരിച്ചോ ഉയർപ്പിച്ചോ എന്നുള്ള പുനരുത്ഥാനത്തിന് അംഗീകരിക്കണില്ല. അംഗീകരിക്കാത്ത കാരണം എന്ത് പറ്റും? ഫലങ്ങൾ. അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഫലങ്ങളിൽ നിന്നാണ് അറിയണത്. ഇപ്പം നമ്മളുടെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഫലങ്ങൾ നമ്മളാ യേശു കർത്താവാണെന്ന് വിശ്വാസം, അവൻ ദൈവവനും മരിച്ചോ ഉയർപ്പിച്ചോ എന്നുള്ള പുനരുത്ഥാനം നമ്മൾ അംഗീകരിക്കാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. കാര്യം ഉയർപ്പിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവരുടെ ഉയർപ്പിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമല്ലോ, അവരുടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചെയ്തികൾ പലപ്പോഴും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്തതല്ലേ. ഒരാൾ മറ്റു മതസ്ഥനോട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളോട് കാശ് ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അതെങ്ങനെ ചെലവഴിക്കണത് എന്നോടെക്കുറിച്ച് ഞങ്ങൾക്ക് അതെങ്ങനെയും ചെലവഴിക്കാമെന്ന്. അതായത് അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കാനേ പറഞ്ഞുള്ളൂ, എങ്ങനെ ഉണ്ടാക്കാം, അതാണ് കാശ് എങ്ങനെ ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും.
അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവൻ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് എങ്ങനെയും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഫലങ്ങൾ അത് ചെയ്യും. അതായത് ചീത്ത ഫലങ്ങൾ ഉണ്ടാക്കുന്നതിന് ചീത്തഫലങ്ങൾ ഇപ്പം നിനക്ക് കിട്ടിക്കുന്ന പണം കൊണ്ട് നീ ഇപ്പം അതുകൊണ്ടല്ലേ ക്രിസ്ത്യൻസൊക്കെ ഈ ബാറൊക്കെ ഉപയോഗിക്കുന്നില്ലേ ഇല്ലേ? അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ബാർ അവർ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് പോകണം. വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. എങ്ങനെ ക്രിസ്ത്യൻസ് ബാർ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. ഉദയംപുരം സൂനദോസിൽ ഇവിടെ നേരത്തെ കള്ള് കച്ചവടമൊക്കെ ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഉദയംപുരം സൂനദോസ് അവസാനിപ്പിച്ചതാണ്. പിന്നെ ഇടക്കാലം കൊണ്ട് വീണ്ടും പഴയ തിന്മകൾ ക്രൈസ്തവ സഭയെ നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ബിസിനസ്സും ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നീ ആ ബിസിനസ്സുമായിട്ട് പോയിട്ട് സഭയിൽ നിന്ന് പോയിട്ട് ചെയ്യുക. സഭയുടെ അകത്ത് നിന്നുകൊണ്ട് നിനക്ക് ബാർ കച്ചവടം നടക്കത്തില്ല. അത് സിമ്പിളല്ലേ. ഞാൻ എൻ്റെ പ്രവർത്തനത്തോട് എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ സഭയിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ സഭയുടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മ്ലേച്ഛമായ ലാഭങ്ങൾ ഒഴിവാക്കുക. ലാഭം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ട്. ആ ചിലത് മ്ലേച്ഛമായിരിക്കും, സുവിശേഷ വിഹിതമായിരിക്കത്തില്ല. അത് നിലപാടിനാണ് ചെയ്യുക. സുവിശേഷ വിഹിതമായ നിലപാടാണത്. അതുകൊണ്ട് തന്നെ അതാണ് ഈശോ പറഞ്ഞത്, നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കഴിക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ. എൻ്റെ മക്കൾ, ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലെ ജീവിക്കാൻ നല്ല വൃക്ഷം നല്ല ഫലം തരുമെന്ന് പറഞ്ഞില്ലേ? നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട്. അവരാണ് നമ്മുടെ ഭീഷണി, അല്ലാതെ പിശാചല്ല ഭീഷണി. അപ്പം അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന കാരണം തന്നെ നന്മയുള്ളവരെ നന്മ സാധിക്കുമെന്നുള്ളത് അത് അനായാസമാണെന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം അത് അത്ര നന്മ ചെയ്ത് ജീവിക്കുക എന്ന് പറയണത്, സുവിശേഷ സാക്ഷ്യം ജീവിക്കുക എന്ന് പറയണത് കർത്താവിൻ്റെ കൃപയിൽ അധിഷ്ഠിതമായതുകൊണ്ട് അത് ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അത് സാധ്യമാണ്. അസാധ്യമായ കാര്യമല്ലത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.